തിരുവനന്തപുരത്ത് വി.കെ. പ്രശാന്ത് എം.എൽ.എ. ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ ആർ. ശ്രീലേഖയുടെ ആവശ്യത്തെ ചൊല്ലി പോര്. ഓഫീസ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് വി.കെ. പ്രശാന്ത് എം.എൽ.എ. പറഞ്ഞു. ആവശ്യം ഉന്നയിച്ചത് സൗഹൃദ സ്വരത്തിലെന്ന് ആർ. ശ്രീലേഖ പറഞ്ഞു. തർക്കത്തിനിടെ നാടകീയ സംഭവങ്ങൾക്കാണ് ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് വേദിയായത്. ഞാൻ എം.എൽ.എയുടെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടല്ല. ഞാൻ എം.എൽ.എയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ശാസ്തമംഗലത്ത് എടുത്തത്. കാരണം നമ്മുടെ 26 വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത്. അവർക്ക് തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അടുപ്പമുള്ളപ്പോഴേക്കും എനിക്ക് അവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒരുപക്ഷെ പീരീഡ് അസംബ്ലിയുടെ കഴിയല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചോദിച്ചത്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വിവാദമാക്കും, അതിനെ ആ തരത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത് നിങ്ങളാണ്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലേ. വ്യക്തിപരമായ സൗഹൃദം വെച്ചിട്ട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, അതിനെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പരിചയമില്ലാത്തവർ വിളിച്ചിട്ട് ഇന്നും മാറണം എന്നല്ലല്ലോ പറഞ്ഞത്. വർഷങ്ങളായി പരിചയമുണ്ട്. പല കാര്യത്തിലും പോലീസ് ഓഫീസറും ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച ഒരു ബന്ധം വെച്ചിട്ടാണ്, ആ സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ നടത്തി. പക്ഷെ അവരെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു. അത് പഴയ പോലീസിലുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. വിജിൻ വായാന്തോട് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, കോർപ്പറേഷൻ പിടിച്ചതിന് പിന്നാലെ പുതിയ പോരിലേക്ക് കടക്കുകയാണോ തലസ്ഥാനം? എന്താണ് സംഭവിച്ചത്? മേയറുടെ നിലപാട് എന്താണ് വിഷയത്തിൽ? ജീന, കഴിഞ്ഞ ദിവസമാണ് ഈ ആർ. ശ്രീലേഖ വി.കെ. പ്രശാന്തിനടുത്ത് ഫോണിൽ വിളിച്ച് ഇങ്ങനെയൊരു തൻ്റെ ഓഫീസും എം.എൽ.എ. ഓഫീസും ഒരുമിച്ചാണ് ഇരിക്കുന്നത്, തൻ്റെ ഓഫീസ് പ്രവർത്തിക്കാൻ സ്ഥല പരിമിതിയില്ല, അതുകൊണ്ട് തന്നെ വി.കെ. പ്രശാന്തിൻ്റെ ഓഫീസ് ഒഴിയണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ വി.കെ. പ്രശാന്ത് അത് പറ്റില്ല എന്ന് അറിയിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇന്നാണ് പ്രതികരണങ്ങൾ ഒക്കെ വരുന്നത്. വി.കെ. പ്രശാന്ത് എന്തായാലും കടുത്ത ഭാഷയിലാണ് ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഒരു കോർപ്പറേഷൻ കൗൺസിലറായ ഒരാൾ, അദ്ദേഹം ഒരു എം.എൽ.എ. പറയുന്നത് ഇങ്ങനെ ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ്. അതിനെതിരെ രൂക്ഷ വിമർശനം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ശ്രീലേഖ പോലീസിലുള്ളപ്പോൾ നടത്തിയ ഹുങ്കിന്റെ ബാക്കിയാണ് ഇപ്പോൾ ജനപ്രതിനിധിയായപ്പോഴും കാണിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും ഇതിനെ BJP-ക്കെതിരായി ആയുധമാക്കുകയാണ് നിലവിൽ CPM. BJP തിരുവനന്തപുരത്ത് ആദ്യമായി അധികാരം പിടിച്ചതിനു ശേഷം എന്താണ് അവർ ഭാവിയിൽ നടത്താൻ പോകുന്നത്? ഒരു തരത്തിലുള്ള പ്രതിപക്ഷ മര്യാദയും ഇല്ലാതെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ കാണിക്കുന്ന നിലയിലുള്ള നിലപാട് കോർപ്പറേഷനിലും സ്വീകരിക്കാൻ പോവുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നത്. എന്തായാലും ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലാണ് ആർ. ശ്രീലേഖ തന്നെ എം.എൽ.എ. ഓഫീസിന്റെ തൊട്ടടുത്ത അവരുടെ റൂമിലേക്ക് എത്തുകയും തുടർന്ന് മാധ്യമപ്രവർത്തകർക്ക് റൂം സൗകര്യം കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് വി.കെ. പ്രശാന്തിന്റെ ഓഫീസിലേക്ക് അദ്ദേഹം കൂടി അവിടെയുള്ള ഘട്ടത്തിൽ ആർ. ശ്രീലേഖ അങ്ങോട്ട് കടന്നു ചെല്ലുകയും താനും വി.കെ. പ്രശാന്തും തമ്മിൽ കാലങ്ങളായുള്ള സൗഹൃദമാണ്, ആ സൗഹൃദം വെച്ചാണ് ഇക്കാര്യം പറഞ്ഞത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇക്കാര്യത്തിൽ വിവാദം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്പം മുമ്പ് വി. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണം ആർ. ശ്രീലേഖ എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം BJP ഇങ്ങനെ ഒരു അധികാരം പിടിക്കുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള നിലപാടാണ് തുടർന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ തുടക്കമാണ് ഇത് എന്നുള്ള നിലയിലുള്ള പ്രചരണം നടത്താനുള്ളൊരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് എന്തായാലും MLA തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം ഈ കോർപ്പറേഷൻ്റെ തന്നെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് കോർപ്പറേഷൻ്റെ കൂടി പെർമിഷനോടെയാണ് വി.കെ. പ്രശാന്തിൻ്റെ ഓഫീസായി ഉപയോഗിക്കുന്നത്, വട്ടിയൂർക്കാവിലെ MLA ഓഫീസായി ഉപയോഗിക്കുന്നത്. അതിന് 2000 മുമ്പ്, അതായത് 7 വർഷം മുമ്പ് വി.കെ. പ്രശാന്ത് MLA ആയ ഘട്ടത്തിലാണ് കോർപ്പറേഷൻ്റെ കൗൺസിൽ അംഗീകാരം നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ കൗൺസിലിൻ്റെ തീരുമാനം മറികടന്ന് കോർപ്പറേഷന് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുക്കണമെങ്കിൽ അത് പുതിയ കൗൺസിൽ യോഗം ചേരുകയും ആ കൗൺസിൽ യോഗത്തിൻ്റെ തീരുമാനം അത് സെക്രട്ടറി വി.കെ. പ്രശാന്തിനെ അറിയിക്കുകയാണ് വേണ്ടത്. നിലവിൽ എന്തായാലും മാർച്ച് മാസം വരെയാണ് ഈ കരാറുള്ളത്, അതായത് വാടക കരാർ നിലനിൽക്കുന്നത്. അത് മാർച്ച് മാസം വരെയാണ്. എല്ലാ വർഷവും കൃത്യമായി വാടക അടച്ചതിൻ്റെ രേഖകൾ ഉൾപ്പെടെ വി.കെ. പ്രശാന്ത് ഇന്ന് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാടകയടച്ച് കോർപ്പറേഷൻ്റെ പെർമിഷനോടെ തുടങ്ങിയ ഒരു ഓഫീസ് അത് അടച്ചുപൂട്ടണമെങ്കിൽ ആ കൗൺസിൽ തന്നെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി വേണം നടപ്പിലാക്കാൻ. അതിനിടയിൽ ഈ കൗൺസിലറായ ഒരാൾ ഇങ്ങനെ ഓഫീസ് മാറണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും എന്നുള്ള ചോദ്യം പലതരത്തിലും ഉയർന്നു
കടന്നു വരുന്നുണ്ട്. എന്തായാലും ആർ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് സൗഹാർദ്ദപരമായി തന്റെ ഒരു ആവശ്യം അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തത്. മറ്റ് നടപടികൾ എങ്ങനെയാണെന്നുള്ളത് പാർട്ടിയും ഒപ്പം തന്നെ കോർപ്പറേഷൻ മേയറും ഒക്കെ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ്. എന്തായാലും കോർപ്പറേഷൻ മേയർ അതിനുശേഷം വി രാജേഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഒരു സൗഹൃദ സംഭാഷണം ആണ് നടത്തിയത്. മാർച്ച് വരെയാണ് സമയമുള്ളത്. ആ സമയത്തിന് ശേഷം അത്രയും സമയം പ്രവർത്തിച്ചുകൊള്ളൂ, അതിനുശേഷം എന്താണ് ആലോചന നടത്താം എന്ന തീരുമാനമെടുക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് മേയർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദം തന്നെയാണ് നിലവിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ളൊരു നീക്കം ആർ ശ്രീലേഖയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വട്ടിയൂർക്കാവിലെ നിലവിലെ MLA ആയ VK പ്രശാന്തിനെതിരായി ഒരു പോർമുഖം തുറക്കുന്നതാണ് ഈ വിഷയം എന്നുള്ളതാണ് രാഷ്ട്രീയപരമായുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. ജീന, ശരി. ഏതായാലും കോർപ്പറേഷൻ പിടിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് BJP CPM പോര് തുടങ്ങിയിരിക്കുകയാണ്. VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് കൌൺസിലർ ആർ ശ്രീലേഖ പറഞ്ഞു. സമ്മതിക്കില്ലെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് തീരുമാനമെന്നും VK പ്രശാന്ത് പ്രതികരിച്ചു. CPM ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിജിൻ വായാന്തോട് നൽകിയത്.